ഹരേ കൃഷ്ണ. നമ്മൾ രാമായണം പ്രശ്നോത്തരിയിലേക്ക് നീങ്ങുകയാണ്. ബാലകാണ്ഡത്തിലെ ചോദ്യങ്ങളാണ് ചോദിക്കുക. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്? ഉത്തരം വസിഷ്ഠൻ. 2. ശ്രീരാമദേവൻ ജനിക്കുമ്പോൾ എത്ര ഗ്രഹങ്ങളാണ് ഉച്ചസ്ഥിതിയിൽ ഉണ്ടായിരുന്നത്? ശ്രീരാമദേവൻ ജനിക്കുമ്പോൾ എത്ര ഗ്രഹങ്ങളാണ് ഉച്ചസ്ഥിതിയിൽ ഉണ്ടായിരുന്നത്? ഉത്തരം 5 ഗ്രഹങ്ങൾ. 3. ഏത് തിഥിയിലാണ് ശ്രീരാമദേവൻ ജനനം കൊള്ളുന്നത്? ഏത് തിഥിയിലാണ് ശ്രീരാമദേവൻ ജനനം കൊള്ളുന്നത്? ഉത്തരം നവമി തിഥി. 4. വിശ്വാമിത്ര മഹർഷിയുടെ മറ്റൊരു പേരെന്ത്? വിശ്വാമിത്ര മഹർഷിയുടെ മറ്റൊരു പേരെന്ത്? ഉത്തരം കൗശികൻ. 5. വിശ്വാമിത്ര മഹർഷിയുടെ അമാവാസി തോറും നടത്തി വന്നിരുന്ന ഹോമത്തെ മുടക്കിയിരുന്ന രാക്ഷസർ ആരെല്ലാം? വിശ്വാമിത്ര മഹർഷിയുടെ അമാവാസി തോറും നടത്തി വന്നിരുന്ന ഹോമത്തെ മുടക്കിയിരുന്ന രാക്ഷസർ ആരെല്ലാം? ഉത്തരം മാരീചൻ, സുബാഹു. ഇതിനുള്ള 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഈ 5 ചോദ്യങ്ങളും ഭംഗിയായി പഠിക്കുക. രാമായണം പ്രശ്നോത്തരി എല്ലാ ക്ഷേത്രങ്ങളിലും പ്രമുഖരായ സ്ഥലങ്ങളിലൊക്കെ നടത്തും. അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.